എന്റെ ദൈവമേ ഇത് നോക്കിയേ. എന്താ നീ ചെയ്യുന്നേന്ന്? എന്താ ചെയ്യുന്നേ? ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കുന്ന കാര്യമായിട്ടുള്ള പണിയാണല്ലോ. ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. സേവനവാരം. സേവനവാരല്ല, നമ്മളെ വീട് ക്ലീൻ ചെയ്യുന്നത് സേവനവാരാവും. അല്ല, നമ്മളെ മറ്റേ പണ്ട് സ്കൂളിൽ ഒരു സേവനവാരത്തിന്റെ ദിവസമില്ലേ, അന്ന് മൊത്തം ക്ലീനിങ് അല്ലേ. അപ്പൊ അതുപോലെ ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട്. അതെ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഇന്നലെ മിനിഞ്ഞാൻ 2 ദിവസം മക്കൾക്ക് സ്കൂൾ ഉണ്ടായിട്ടില്ല. അതെ, അപ്പൊ അതിന്റെ മൊത്തം കച്ചറയായി കിടക്കുന്നു. വീടും മോളില് പറയേ വേണ്ട, അങ്ങോട്ടേക്ക് കേറാത്തതാ നല്ലത്. കളിപ്പാട്ടങ്ങളും എന്നാണ് കടലാസെല്ലാം വെട്ട് കഷ്ണങ്ങളെല്ലാം കീറിയിട്ട് സ്റ്റെപ്പും എല്ലാം കൊളാക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ വിചാരിച്ച് വൃത്തിയാക്കണം. അപ്പൊ ഇന്ന് വിചാരിച്ച് എന്തായാലും അതിനിറങ്ങാം. ആരെങ്കിലും കേറി വരുമ്പോ വീട് കാണുമ്പോ പെട്ടെന്ന് നമ്മളെ വീട്ടിലാണെങ്കിൽ അറിയാലോ, ആരെങ്കിലും ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഒന്ന് വൃത്തിയാക്കാതെ വിചാരിച്ചു. വൃത്തിയാക്കലാണ് അപ്പൊ ഇന്ന്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ മറ്റേ സോഫേന്റെ അടുത്തിട്ടുള്ള മറ്റേ മാറ്റ് ഉണ്ടല്ലോ, അതെടുത്ത് പുറത്തോട്ട് തട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇതിപ്പോ ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ ഇവളാണ് ഇത് ഇത്ര. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പകുതിയോളം പൊടിയെല്ലാം വലിച്ചിട്ടാണ് ഇവക്ക്. എന്നിട്ട് അവർക്ക് തൃപ്തി ആവാത്തതിനാലാണ്. നീ ഇപ്പൊ കൊട്ടി നോക്കിയാ പൊടിയുണ്ടോ? നമ്മള് നേരത്തെ കൊട്ടിയപ്പോ നല്ല പൊടിയുണ്ടോ? എത്ര കൊട്ടി കിട്ടും? ഇപ്പൊ അങ്ങനെ കൊട്ടുമ്പോ നിലത്തെ പൊടിയാ വരുന്നത്. ഇല്ല, അതുമെന്ന് പൊടിയില്ല. നേരത്തെ നമ്മള് എടി പതുക്കൂസേ, നിലത്തെ പൊടി മൊത്തം ഇപ്പൊ അതിനകത്ത് ആവൂലേ? നീ എന്തിനാ അപ്പറാക്കുന്നേ? ഇത്രയും വൃത്തിയാക്കിയിട്ട് നിലത്ത് എത്രയും പൊടി ഉണ്ടാവൂലേ? പിന്നെ എന്ത് കാര്യമുണ്ട് നീ? അത് അത്രേ ആവുള്ളൂ. ഞാൻ അവിടെ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊരു പിടുത്തം പിടിക്കാം. അപ്പൊ ഇത് ഓക്കെ ആയി. ദേ ഇരിക്കണം, പിടിച്ചോ. പിടിക്ക്. പിടിച്ചങ്ങ് കൊണ്ടുപോയാ മതി. മതി, നിങ്ങൾ എന്തി കാണിക്കുന്ന? വാക്വം വെച്ച് വലിച്ചതല്ലേ, പിന്നെന്താ ഇനി കളിച്ചു കൂട്ടുന്ന്? കേറങ്ങോട്ട് ചെല്ലി പോ. ഇതവിടെ വിരിക്കല് നല്ലൊരു പണിയുണ്ട് കേട്ടാ. ടാസ്കാണ് സംഭവം. എനിക്കാണത് എപ്പോഴും പണി. എന്താ ഇത്? കൊരങ്ങ, ഞാൻ അവിടത്തെ ലൈറ്റ് എവിടെയാ? ഇവിടത്തെ ലൈറ്റ് എവിടെയാ? വർക്ക് ചെയ്യുന്നില്ല, കത്തുന്നില്ല. എന്താ ഇത്? മൊബൈലല്ലേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. നീ അലങ്കോലാക്കിയതല്ലേ? അല്ല, ഇപ്പൊ നീ മര്യാദ കിടന്ന വീട് നീ മൊത്തം ഇത് വൃത്തിയാക്കാൻ വേണ്ടി അലങ്കോലാക്കിയതല്ലേ? സോഫയെല്ലാം പിടിച്ച് നാനാ ഭാഗത്തിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫയുമെല്ലാം നിറച്ചഴുക്കായി അല്ലേ? വാക്വം വെച്ച് വലിച്ചു കഴിഞ്ഞാല് ആവോന്ന് പറയാൻ പറ്റില്ല. നോക്കാം. പോക്ക് ഇവിടെ നോക്ക്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്ക്. ഇനി ഞാൻ വരണ്ടേ ഇത് വിരിക്കാനായിട്ട്? ഞാൻ വരുന്നു, ഞാൻ പിരിച്ചു തരാം. പിടി ഞാൻ കാണിച്ചു തരാം. ഇതെന്താ ഇങ്ങോട്ടിട്ട് ഇങ്ങനെ? ഞാൻ പൊക്കി തരാം. മോളിലത്തെ കാഴ്ചകള് കാണണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് മുതൽ അങ്ങോട്ടേക്ക് എടുക്ക്. ഇപ്പൊ കാണാൻ പറ്റും, അത് കുറച്ച് കഴിഞ്ഞാ പിന്നെ കാണാൻ പറ്റൂല. വൃത്തിയാക്കി വെക്കോ? വൃത്തിയാക്കും. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഈ ജനലൊക്കെ നോക്കണ്ടേ? മഴക്കാലായാലും എല്ലാവരും വീട്ടിലെ അവസ്ഥ എന്ത് ഉള്ള കണ്ട ഷടിയും ഷോക്സ് എല്ലാം ചെല്ലും. ആരതായാലും ഞാൻ എന്താ ഇവിടെ വന്ന ഒരാൾ മാത്രമല്ല ഷടി ഇടുന്നത്, എല്ലാരും ഇടുന്ന ആൾക്കാരല്ലേ. ഇവിടെ കണ്ട ഇവിടത്തെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഇതൊന്നും പോരാ സ്ഥലം. ഇവിടെ കണ്ട ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. ആ സ്ഥലം മൊത്തം അഴയാണ്. കണ്ട, ഇതാണ് അവസ്ഥ. അഴയോടഴ, ഒന്നും കാണൂല അങ്ങോട്ടൊന്നും, മൊത്തം അഴയാണ്. ഇതാണ് ഇവിടത്തെ അവസ്ഥ. പിന്നെ ഇനി ഇവിടെ അത് പോരാഞ്ഞിട്ടാണ്
പോരാഞ്ഞിട്ടാണ് ജനലുമ്മ. ജനൽമേല് ആ അപ്പൊ എല്ലാം ഉണങ്ങിക്കിട്ടുണ്ടെ മഴക്കാലത്ത് എല്ലാരും വീട്ടിലെ അവസ്ഥ ഇതെല്ലാം തന്നെയായിരിക്കും. ഇതാണ് അവസ്ഥ. റൂമോ? റൂം കാണല്ലേ, ഇപ്പൊ കാണണ്ട, കാണാതിരിക്കുന്നേ നല്ലത്. എന്താ അതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ട് എല്ലാം അതെല്ലാം ഞാൻ എടുത്ത് അലമാരിയിൽ വെക്കും. എല്ലാം ആരാക്കിയിട്ടത്? ആരാക്കിട്ടെ? നമ്മ ഒറ്റക്കാക്കിയത്? ഞാൻ ഒറ്റക്കാക്കിയതാ? ഞാൻ ഒറ്റക്കാക്കിയതാ? ഓപ്പനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ. മക്കളാ? ആ ഓടി അവിടുന്ന്. എല്ലാം എന്റെ മക്കളല്ലേ. ഈ തുണിയെല്ലാം ഇവിടെ കൊണ്ട് തിരികേക്കണത് ആരാ? നീയല്ലേ? മക്കളാ തിരികത്. എല്ലാ കുറ്റവും മക്കൾക്ക്. ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ട ഡ്രസ് അവിടെ വേഗം ഇട്ടതാണ്. ആ വേഗം വേഗം വീഡിയോ എടുക്കാൻ ഡ്രസ് മാറി വരണം എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താക്കേണ്ടത്? അങ്ങനെ തന്നെ. അപ്പൊ എല്ലാരും ബാധകാണ് ഇതിനകത്ത്, ഒരാള് മാത്രല്ല. മനസ്സിലായ? അതെ. ആ എന്നാ വേം വൃത്തിയായിക്കോ. ഞാനും കൂടാം. കൂടണം. കൂടും. അലക്കേണ്ടതല്ലേ? അല്ലടി. ഇട്ട് കൊടുത്തൂടൊക്കെ. അപ്പൊ ആ ജനലോ? ആരുടെ സോക്സ്? ഞാൻ സോക്സ് ഇടയില്ല, ഷൂ ഇടയില്ല. അവിടെ ആരാ വിരിച്ചേ? അത് ഞാൻ വിരിച്ചത്. ഞങ്ങൾ ഇത് ഈ വീട്ടില് ഈ ലോകത്തില് മറ്റേ ഷോക്സ് ഇടുന്ന ആൾക്കാര് എല്ലാവരും ഇടും. അവിടെ കൊണ്ട് വിരിച്ച ആളെ ചോദിച്ചത്. ഓപ്പന്റെ മോനില്ലേ, ഒരു ദിവസം ഇല്ല, ഒരു 10 സോക്സ് ഇടും. അതറിയോ? അപ്പൊ നിന്റെ മോനോ എത്ര ഷോക്സ് ഇടും? എന്താ നമ്മളെ മോൻ? ഞാൻ അറിയാൻ ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നതാ? അല്ല അല്ല, എവിടെന്നും കൊണ്ടുവന്നതല്ല. ഇതെല്ലാം താഴോട്ട് എടുക്കേണ്ടതാണ്. പിന്നില്ലേ എല്ലാ ജനലുമ്മയും ഇവര് വിരിക്കും കൊണ്ടുപോയിട്ട്. എന്നിട്ട് നമ്മ ഷോക്സ് ഇടുന്നതിനാണ് കുറ്റം. എന്ത് വർത്താനാ ആ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഷോക്സ് ഇടുന്നത് നമ്മളാണ് കുറ്റക്കാര്, ജനലുമ്മ വിരിക്കുന്ന ഇവരല്ല കേട്ടാ. അങ്ങനെയാണ്. നമ്മളെന്നെ കുറ്റക്കാരി. സമ്മതിച്ച്. ഇതൊന്നും തുറക്കാൻ പറ്റൂല. സമ്മതിക്കണം, അല്ലെങ്കിൽ ജനങ്ങള് പറയും നിന്നെ. എല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും. എന്ത് എന്തായിരിക്കും? അത് തുറന്നു തരാം. അത് വേണ്ട. മഴക്കാലായാല് എല്ലായിടത്തും തുണികളെല്ലാം. ഇവിടെ ഇവർക്ക് മഴക്കാലത്ത് തുണി വിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷീറ്റ് ഇവിടെ ഇട്ടത്. ഇതിന്റെ എന്നിട്ട് ഇത്രയും മഴ കെട്ടിയിട്ടും മതിയായിട്ടില്ല. അഴയില്ലല്ലോ. ഇനിയും കെട്ടാ ഒരാഴയും കൂടി അവിടെ. എന്നാ സെൻട്രാളിൽ കെട്ടിട്ട് ഒരാഴ. ഞാൻ അമ്മേനോട് പറഞ്ഞു ഇവിടുന്ന് ആ കമ്പിമേരെ കഴ കെട്ടുന്നു. പറഞ്ഞാലല്ല അന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നല്ല, ഞാൻ അഴിപ്പിച്ചല്ലേ. ഓപ്പനെ പേടിച്ചിട്ടാണ് അമ്മ കെട്ടാത്തത്. ഞാൻ അമ്മേനെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരുന്നത്. അമ്മ കെട്ടമ്മേ തുണിയൊന്നും ഉണങ്ങി കിട്ടുന്നില്ല. ഈ ജനലും ആ ജനലും സെറ്റാണ്. ഇങ്ങനെ വേണ്ട. എന്നിട്ട് ഞാൻ ഒരു ദിവസം കെട്ടി, ഞാൻ കണ്ടിട്ട് ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുനിഞ്ഞ് കയറിക്കോളുക. അതാണ് ഇവരുടെയൊക്കെ ഇത്. വീട് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് എന്ത് തോന്നിയോടത്തുള്ള അഴ കെട്ടിയിടുന്നു. എന്നൊരു കാര്യം ഉമ്മർത്ത് ആ മതിലില്ലേ, ആ മതിലുമേന്ന് ഇപ്പുറത്തെ മതിലുമേക്ക് ആ കമ്പിയണ്ട, അവിടെയും കെട്ടിയിടും. ഞാൻ മിക്കവാറും നിന്നെല്ലാം തട്ടും കേട്ടാ. അപ്പൊ ഞങ്ങള് ചെലപ്പോ വേണ്ടി വന്നാൽ നിങ്ങളെല്ലാം തട്ടുകയും ചെയ്യും. എനിക്കില്ലേ ഇങ്ങനെയൊന്നും മുട്ടിയെല്ലാം കെട്ടിവെച്ചിട്ടില്ലേ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എല്ലാവരും പറയും എനിക്ക് ഈ മുടിയൊന്നും ഇങ്ങനെ പൊക്കി കെട്ടി വെക്കല്ലേ. പക്ഷെ ഡ്യൂട്ടി സമയത്തില്ലേ നമ്മൾക്ക് നമ്മളെ ഡ്യൂട്ടി ഡ്രസ്സെല്ലാം ഇട്ടിതാ മുട്ടിയെല്ലാം ഇങ്ങനെ വട്ടക്കെട്ട് കെട്ടി വെച്ച്, എന്നാലേ പണിയെടുക്കാനൊരു സുഖം ഉണ്ടാവും, തൃപ്തിയാവുള്ളൂ. ഇപ്പൊ വരാം. എവിടെയെങ്കിലും പോ. ഇവിടെ എന്താ അവസ്ഥ? എടി ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ നമുക്ക്. ഇത് നമ്മുടെ ചെറിയൊരു കുഞ്ഞു ബാൽക്കണിയാണ്. മൊത്തത്തില് വൃത്തിയാക്കുന്ന ദിവസമാണ്. ഒരു കുഞ്ഞു ബാൽക്കണിയാണ് നമ്മുടെ കുഞ്ഞു ബാൽക്കണി. ഞാനിവിടെ പറഞ്ഞ ഓപ്പനോട് പറഞ്ഞ് ഇവിടെ നമുക്ക് പച്ച ഷീറ്റില്ലേ, പച്ച ഷീറ്റാ, പച്ച മറ്റേ പുല്ലില്ലേ, പച്ച പുല്ല് വാങ്ങിട്ട് ഇത് മൊത്തത്തില് ഇവിടെ ഇടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കസേര ഇട്ടാല് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. സമ്മതിക്കാനിട്ടൊന്നല്ല. ഇത് നല്ല രസമാണ്. ഇത് ഇവിടെ നിന്ന് കണ്ട ഇങ്ങനെ ഇരുന്ന നല്ല വ്യൂ ആണ് നമുക്ക്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. ഇത് കണ്ട നമ്മുടെ ഏറ്റവും പരിപാടിയൊക്കെ കാണാം. അപ്പൊ സംഭവം വേറൊന്നല്ല, ഞാൻ സമ്മതിക്കാത്ത വേറൊന്നല്ല. ഇവിടുന്ന് കാറ്റ് നമ്മുടെ വീടിന്റെ ദർശനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ എപ്പോഴും കാണുന്നല്ലേ ഇവിടെ. ഇത് ഇവിടെ മാത്രം ഇത്തിരി സംഭവം. ഇവിടെ നമ്മൾ ആ സാധനം ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നനഞ്ഞു കിടക്കണോണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ നനയില്ല. ആ ബാൽക്കണി നനഞ്ഞില്ല. ഇന്നലെ നമ്മൾ അവിടെ ഇരുന്നിട്ട് നനഞ്ഞിരുന്ന ഇല്ലല്ല. നമുക്ക് ഇപ്പുറം നമ്മുടെ വീട് കാണുന്നവർക്ക് അറിയാലോ, അപ്പുറം ഉണ്ട് ഒരു ബാൽക്കണി.
ഇത് നമ്മുടെ ഇതൊരു കുഞ്ഞു ബാൽക്കണി, അപ്പുറം ഒരു ബാൽക്കണി ഉണ്ട്. അങ്ങനെയാണ് ഇന്നെല്ലാം വൃത്തിയാക്കലാണ്. എന്താണ് ഇങ്ങനെ നിക്കണ ഓടി കിടന്ന് ചാടി കിടന്ന് പണിയെടുക്കും. ഞാനേ ഈ ജെല്ലുമ്മയൊക്കെ വിരിച്ചിട്ടത് ഷോക്സ് ഇടണതാ പ്രശ്നം ഞങ്ങളുടെ. ഞങ്ങൾ ഷോക്സും ഷടിയൊക്കെ നമ്മ ഇടുന്നത് വലിയ പ്രശ്നമാണ്. കാരണം അതുകൊണ്ടാണ് ഇവര് അതുകൊണ്ടാണ് ജനലിക്കെല്ലാം വിരിക്കുന്നത് പോലും കേട്ടാ. ഇതാണ് അവസ്ഥ ഈ വീട്ടിലെ കാര്യങ്ങൾ. തെറ്റുകാര് മൊത്തം കുറ്റക്കാര് മൊത്തം ഞങ്ങൾ ആണുങ്ങളാണ്. ഇത്രയും വളയുണ്ട്, ഒരെണ്ണ എന്റെ മോക്കടെ കൈമ കാണൂല. ഇത്രയൊന്നും അല്ല, ഇങ്ങനത്തെ ഒരു ഇരിക്കുന്നുണ്ട്, ഒരെണ്ണ ഇട്ട് പെണ്ണുള്ള. അതിന് വളയൊന്നും ഇഷ്ടമല്ല. വളയെ മാത്രമൊന്നുമല്ല, കൊറേ പട്ടു പാവാട അതൊക്കെ ഉണ്ട്. അതൊന്നും ഇഷ്ടമല്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞത് ഇവിടെയാണ്. ഇതാണ് അതിന്റെ മെയിൻ സാധനം. ഇത് കഴിഞ്ഞ ദിവസം നമ്മ വാങ്ങിയ പെട്ടിയല്ലേ, നീ ഇത് തേച്ചാ? തേപ്പൊട്ടി അന്ന് കൊണ്ടുപോയി തേക്ക്. എന്റെ ഷർട്ടൊക്കെ എടുത്ത് തേച്ചിട്ടോ നല്ല സമയം കിട്ടുമ്പോ. ഓ നിങ്ങക്ക് അല്ലാത്തതിനൊന്നും കറണ്ട് ആശ് കുഴപ്പമില്ല. ഇവിടെ ഇത് നമ്മുടെ ദുഗുവിന്റെ റൂം ആക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു റൂം അല്ലേ ആക്കിയതാണ്. നമ്മളന്ന് പറഞ്ഞു തോന്നുന്നു ആക്കണം, മെല്ലെ മെല്ലെ നമുക്കത് ആക്കണം, സെറ്റ് ആക്കണം. ഇപ്പൊ അങ്ങനെ വെറുതെ ഒരു കട്ടിൽ പിടിച്ച് ഇട്ടതേ ഉള്ളൂ. ഇതെല്ലാം ബാഗിൽ തിരികി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മെയിൻ ബാൽക്കണി. നമ്മൾ ഇവിടെ ഇരിക്കല്, ഇടക്കിടക്ക് ഇരിക്കല്. നിക്കേ എന്താ ഒരു സോഡേന്റെ കുപ്പിയൊക്കെ കാണണ്ടല്ലോ ഇവിടെ, സോഡ കുപ്പിയെല്ലാം കാണണ്ടല്ലോ ബാൽക്കണിയിൽ. സോഡയാന്ന് എനിക്ക് തോന്നുന്നത്, നന്നായിട്ട് കൊണ്ട് വെച്ചെന്ന് തോന്നുന്നു. സോഡ അല്ലേ? ആ നല്ല ചൂടായ സോഡ, വെയിൽ കൊണ്ട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ബാൽക്കണി. ഇവിടെ എനിക്ക് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പുല്ലിടണമെന്ന്. പച്ചപ്പുല്ലിടാൻ വേണ്ടി നിൽക്കുക എനിക്ക് മൊത്തം പച്ചപ്പുൽച്ചാടി എനിക്ക് പച്ചപ്പുൽച്ചാടി. അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും, ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും നമുക്ക്. മനസ്സിലായോ? ആ അത് ഇന്നലെ തുടച്ചതാണ് ഇവിടെ. ആ വൃത്തിയാക്കി അന്ന് ഇതെല്ലാം വൃത്തിയാക്കിയതാണ് കേട്ടാ. ഇനി ഇതൊന്ന് വൃത്തിയാക്കാനുണ്ട്. അതെല്ലാം പോയത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതെല്ലാം നശിച്ച്, അതെല്ലാം വിട്ട് പൊട്ടി. കണ്ടോ ഇവിടെ എല്ലാം പൊട്ടി കളഞ്ഞ അതെല്ലാം സ്ക്രാപ്പ് കൊടുത്ത്. അത് ഇനി കൊണ്ടുപോയി കുത്തി ഷോക്ക് അടിച്ച് മരിക്കണ്ട കേട്ടോ. കംപ്ലൈന്റ് ആണെന്ന് നോക്കാൻ വേണ്ടി കൊണ്ടുപോയി കുത്തി ചാവണ്ട. അച്ഛന്റെ റൂമിൽ അച്ഛന് വേണ്ടല്ലോ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതേ ഇത് കണ്ട, ഇത് കഴിഞ്ഞ ദിവസം ക്ലീൻ ആക്കിയതാ നമ്മള് ഈ സാധനം. പക്ഷെ ഇപ്പൊ നല്ലോണം ചെളി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മോളിൽ കയറി വൃത്തിയാക്കണം. അതെന്തായാലും അടുത്ത വൃത്തിയാക്കലാക്കാം. ഈ പെട്ടി എടുത്ത് നീയല്ലേ അമ്മേന്റെ റൂമിൽ മറ്റേ അതിനുള്ളിൽ കൊണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞത്. നല്ല ഭാഗ്യമുള്ള പെട്ടിയാണ്. നിലത്ത് നിക്കാൻ സമയമില്ല പെട്ടിക്ക്, വെറും യാത്രയാണ്. ഇത് വാങ്ങിയ സമയം തൊട്ടുള്ള യാത്രയാണ്. അത് നല്ലതാ. ഇത് വാങ്ങിയിട്ട് മണാലി പോയി വന്നിട്ട് അമ്മേന്റെ അല്ല മണാലി പോണേക്ക് മുമ്പ് തുടങ്ങിയ ഫസ്റ്റ് പോയിട്ട് മണാലിക്കാണ് മണാലിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മള് വന്ന് പിന്നെ ആവശ്യമൊന്നും ഉണ്ടാവൂലെന്ന് വിചാരിച്ചിട്ട് പെട്ടി എടുത്ത് എന്താക്കി ആ സ്റ്റോറേജിന്റെ ഉള്ളിൽ വെച്ച്, അല്ല കട്ടിലിന്റെ സ്റ്റോറേജിന്റെ ഉള്ളിൽ വെച്ച്. ഇനി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പോകുമ്പോ എടുത്താൽ മതിയല്ലാന്ന് പറഞ്ഞു. മണാലിയില് ഫെബ്രുവരിയിലാണ് പോയത്. മാർച്ച് ലാസ്റ്റ് ഒരു മാസം പറ്റി അതിന്റെ ഉള്ളിൽ ഇരുന്ന് കേട്ടാ. മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ആയപ്പോഴുണ്ട് ഇന്ദ്രൂട്ടന് മൂവിയിൽ കിട്ടിയിട്ട്. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു വട്ടി മാത്രം, വലിയ വട്ടി മാത്രം അവിടെ തന്നെ അനങ്ങാടി. ഇനിയിപ്പോ അടുത്ത യാത്രക്ക് തയ്യാറായിട്ടിരിക്കാണ്. ഇതെല്ലാം കാണുമ്പോ വിചാരിക്കുവേ കാലങ്ങളായി അടിച്ചു വാരിയിട്ടൊന്നും. പക്ഷേ ഉണ്ടല്ല ആഴ്ചക്ക് ഒരിക്കലും വൃത്തിയാക്കിയാലും ഇതുപോലെ പൊടിയാവും അല്ലേ. പക്ഷെ എവിടെന്ന് ഇത്രയും പൊടി വരണേന്ന് പറയാൻ പറ്റില്ല. അതെന്റെ മോളതാണ്. പക്ഷെ എന്നാലും പൊടിയായാലും എവിടെന്നെങ്കിലും ഒക്കെ ആയിട്ട് എത്തും ഈ സാധനം. അത്രപ്പാട് പൊടിയുണ്ടാവും. നീ കളയാൻ പോയി സാധനം എന്താണെന്നറിയോ? ഇത് മറ്റേ മൊബൈലിന്റെ സാധനങ്ങളാണ്. മൊബൈൽ ഇങ്ങനെ കുത്തിവെക്കുന്ന പെട്ടികളിലാണ്. കണ്ടില്ല? ഇതന്ന് തന്നിട്ട് പിന്നെ അവര് വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ? തിരിക്കടി പൊട്ടത്തി വെള്ളരണ്ട് ഇതാരതാ എന്റെതാ ആരതാ. ഇതിനിടയിൽ കൂടിയാണ്, രണ്ട് കാലിനിടയിൽ കൂടിയാണ് കാണുന്നത്. എന്താ ചെയ്യാ, തുണികൾക്കിടയിലുള്ള ജീവിതമായി മാറിയത്.
ഇതുണ്ട് ഈ സംഭവം. ഇത് മറ്റേ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് മൊബൈൽ ഹോൾഡർ. ആ ചാർജ് ചെയ്യാൻ നീ എല്ലാം മറ്റേ ചാർജ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്തിനാന്ന് റൂമിലൊന്നും വെക്കണ്ടേ, വേറെ എവിടെയും കുത്തി വെച്ചോ. മൊബൈൽ ഇങ്ങനെ വെക്കാം, ഒട്ടിക്കാനുള്ള സൈൻറ്റേക്ക് വേണമെന്ന് അറിയുന്നുണ്ടായി ഒരെണ്ണം. അതും കൊടുത്തേ. മൊബൈൽ ഇങ്ങനെ വെക്കാം, ഇറക്കി വെക്കാം, ചാർജ് ചെയ്യാം. ബാക്കി കീ എല്ലാം ഇതെല്ലാം കീ സാധനങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് കൊടുത്തേ ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞത്. അല്ല നോക്കട്ടെ ഉപകാരപ്പെടുത്താൻ പറ്റുമെന്ന്. ഇതാ ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം സംഭവം. ഇത് ഇത്രയും കാലമായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇത് കണ്ടോ എടി ഇപ്പം ഇവിടെ നോക്ക്, നീ ഇതൊന്ന് മക്കു നീ നോക്ക്. ഇത് നീ ഇപ്പം ഇങ്ങനെയല്ലേ വെക്കണ ചാർജ് ഇവിടെ? ഇത് കണ്ടാ നോക്ക് നീ, ഇത് വൈറ്റ് ആണെന്നതാ, നല്ല ഭംഗിയുള്ള സാധനം കണ്ടാ. ഇവിടെ വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇതെന്താ കുഴപ്പം? ആ ഞാൻ കാണിച്ചു തരാം, നീ കണ്ടോ. അവിടെ ചാർജ് നോക്കണമെങ്കിൽ നിനക്ക് സുഖമാണ്. അവിടെ നിലത്ത് കട്ടിലും മേലെ വെക്കുന്നത്, അത് വെക്കണ്ട, ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഇപ്പൊ കാണിച്ചു തരാം ഗൈസ്. ഇതിങ്ങനെ ഊരിയിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ തുടച്ച് ഇവിടെ അങ്ങനെ ഒട്ടിച്ചാല് സംഭവം. ഞാൻ രാത്രി കിടക്കുമ്പോ ഇടുന്ന ചുരിദാറാണ്. ഞാൻ ജസ്റ്റ് മിസ്സാ, കത്തിയായിട്ടുണ്ടെങ്കിൽ കുത്തി ഇറക്കിയാണ് നെഞ്ച്. ഇപ്പൊ എന്തെടുത്താൽ തുടക്കുക അങ്ങോട്ടത് കൊറേ ഐറ്റം ഉണ്ട് ഇവിടെ. കണ്ട ഇതിന്റെ പല കളറുണ്ട്, ഇവിടെയും വെച്ച് കൊടുക്കാം. നമ്മ ഒരു നീല കളർ ഉണ്ടമ്മേ, അത് ഇവിടെ വെക്കാം നമുക്ക്. എൻ്റെ അവിടെ ഉണ്ട്, എടുത്തിട്ട് വാ. എല്ലാം തകർത്തരാം, ഇന്ന് മൊത്തം സെറ്റാക്കി തരാം കൂട്ടാ. ഇത് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിന്റെ പശ ഇളകിപ്പോരും, അതാണൊരു വിഷയം. നോക്കട്ടെ, അങ്ങനെയൊന്നും വീഴൂല. പോയെ ഇവിടെ വെക്കട്ടെ. സംഭവം ഒട്ടിച്ചിട്ടുണ്ട് പോണേ, നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. കണ്ട സെറ്റാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലതാ, ഇവിടെ ചാർജിന് വെക്കുക, മൊബൈലിനകത്തേക്ക് ഇങ്ങനെ വെക്കുക. കണ്ട അവിടെ കിടന്നോളൂ. ചാർജിന് വെച്ചാലും സുഖമാണ്, എന്തായാലും സുഖമാണ്. ആ ചാർജർ ഇവിടെ കുത്തിയാൽ മതിയല്ല. കണ്ടാ ചാർജൊക്കെ സെറ്റായില്ലേ. നല്ല സാധനം ഇവിടെ കിടന്നിട്ടാണ് അവർക്കത് ഇഷ്ടപ്പെടാൻ. അടിപൊളി. കണ്ട ഇതെന്തിനാ, ഇതിനകത്ത് എന്തെല്ലാം വെക്കാം. കീ ഹോൾഡർ ഉണ്ട്, അതിനകത്ത് കീ ഇടാൻ പറ്റുന്ന സംഭവമുണ്ട്. കീ എല്ലാം ഇവിടെ കൊളുത്താം. എടാ ഇത് കീ കൊളുത്തനാണ്. കണ്ട ഇതുമ്മ കീ കൊളുത്തുന്നയാ. ഇതിവിടെ വെച്ചാൽ കീ കൊളുത്താൻ കഴിയില്ല കേട്ടാ. ഇനി പറിക്കാൻ പറ്റില്ല, നമുക്കിവിടെ കീ ഇല്ലല്ലോ. കീ ഇടാൻ പറ്റുള്ള സ്ഥലം ഇത്. താഴെ വെച്ച കീ കൊളുത്താം. സെറ്റല്ലേടി? ജനലൊക്കെ അടിച്ച് പൊളിയുന്ന അത് ഓറഞ്ച് കളർ ഇവിടെ ഒക്കെ ഉണ്ടോ? വൈറ്റ് ആകുമ്പോ കുഴപ്പമില്ല, സെറ്റാകും. എന്താ മോനെ ഇതെങ്ങാനും പോയത് ദുഃഖ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കൊലപാതകം നടക്കും. ദുഃഖ വാങ്ങിക്കൊണ്ടൊരു സാധനം ഇതുമല്ല കളി ദുഃഖം എന്താ ഈ സ്റ്റിക്കർ എന്താ ചെയ്യണേന്ന്. എനിക്ക് സ്റ്റിക്കർ ഇട്ട് പറഞ്ഞാൽ ഞാൻ കളയും സത്യം പറഞ്ഞ. വെറുതെ ഒരു ആവശ്യമില്ലാന്ന് വിചാരിക്കും അല്ലേ. ഇപ്പൊ എന്നെ കൊണ്ട് അന്ന് പുതിയൊരു പോയപ്പോ വാങ്ങിപ്പിച്ചതാണ്. ചെരുപ്പ് വാങ്ങിക്കാൻ പോയ പീടികയിൽ കണ്ടിട്ട് എന്താണ് ഇത് നമ്മ കളിയുന്നൊരു പിടുത്തൂല. ഇത്രയും എടി ഇത് പറന്നു ഓടി ഇതിന്റെ മോളുടെ എന്ത് ടേപ്പാന്ന് ഇതിന് പറയല്. ഇത് മറ്റേ ഇൻസുലേഷൻ ടേപ്പുകൾ അല്ല, ഇതിനെന്തോ പറയാനുണ്ടപ്പ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നവര്. ആ സാധനത്തിന്റെ ഒരു കഷ്ണം ഞാൻ എടുത്ത് എന്ന് പറഞ്ഞ ഇത്രയുണ്ട്. എന്നിട്ട് ഞാൻ ഒരെണ്ണം ഒട്ടിക്കാൻ വേണ്ടിട്ടില്ലേ കിട്ടായിട്ട് ഒരു കഷ്ണം എടുത്ത് അതിന് വന്നിട്ടുണ്ട് കരയിന്ന്. ഇതാണ്ട് ഈ പെട്ടികളൊക്കെ ആക്കുന്നതാണ് ഇതുപോലെ. കണ്ട ഇതെല്ലാം ആക്കിയേക്കുന്ന അതിനൊക്കെയാണ് സ്റ്റിക്കർ ഉപയോഗിക്കണായിട്ടാ. കണ്ടത് കണ്ട സംഭവം കണ്ട. ഇത് കുറെ ഉണ്ട് സംഭവങ്ങൾ. എന്തൊക്കെ ഇതൊക്കെ പെട്ടികളൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുന്നത്. ഇതൊക്കെ പെട്ടികളൊക്കെ ആക്കുന്നതാ. വേറെ പുള്ളിക്കാരത്തിന് ആവശ്യത്തിനാക്കുന്ന പെട്ടികളാണ് ഇതെല്ലാം, അല്ലാണ്ട് നമ്മളായിട്ട് കൊടുക്കുന്ന പെട്ടികളൊന്നല്ല. ഇതെല്ലാം ഇതാ ഇത് ഇവിടെ ഇരുന്നിട്ട് എഴുതുമ്പോ കൈവേദന എടുക്കുന്നത് മിനിഞ്ഞാന്നാക്കിയ പലകയാണിത്. ഹവായി സ്റ്റിക്കർ കാർഡ്ബോർഡ് വാങ്ങിച്ച് ഇതാണ് പരിപാടി. ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഇയാള്. ഇതുപോലത്തെ സാധനം പണ്ടേ എടുത്ത് വളർത്തിയിട്ടുണ്ട്. കണ്ട ആളെടുത്തിട്ടുണ്ട്. ഇവിടെ കൊറേ ഐറ്റംസ് ഉണ്ട്. എന്താണോ എന്തോ അതിന്റെ ലോകാന്നത്. അടി പാവക നിലത്തിറങ്ങി വീണതായിരിക്കും. അങ്ങനെയൊന്നും ഇടല്ല പാവന നിലത്ത്. ഇന്ദുമിയുടെ കവറും കൊണ്ട് എന്തോ പരിപാടി ഉണ്ടല്ലോ എനിക്ക് എടുത്തു കൊണ്ടുവന്നുണ്ടല്ലോ. സത്യോ ഓരോ സാധനങ്ങൾ എലി കൊണ്ടുപോണ പോലെ കൊണ്ടുപോയിക്കും. ഇതന്ന് ഞാൻ ഇന്ദുമി ആക്കി കൊടുത്തപ്പോ നമ്മ ഈ കവർ വേണം നമുക്ക്. ഞാൻ വേണ്ട ഹരിതാർ മസാല കൊടുക്കേണ്ടതാന്ന് പറഞ്ഞു. എന്നാ ഞാൻ എടുത്തോട്ടെ 2 എണ്ണം എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പണി ഉണ്ടാവും, സമയം കിട്ടുമ്പോൾ ചെയ്യാം. ഇതൊക്കെ ഒരു കടലാസ് പോലും നമ്മള് കളയാൻ പാടില്ല. നീ അതെല്ലാം മാറ്റി വെച്ച് കുഴപ്പമാക്കണ്ടേ അവിടെ. അതുകൊണ്ട് ഇങ്ങോട്ടന്നെ ഉള്ളിലോട്ടന്നെ വെച്ചിട്ട് പേഴ്സെല്ലാം ആക്കിയത് കണ്ട. അടിപൊളി പേപ്പറാണ് ഇത്. കണ്ട പേപ്പർ പേഴ്സ്. പേപ്പർ പേഴ്സാണ്.
ഇതൊന്നും ഒരാൾക്കും നമ്മള് കൊടുക്കില്ല. തുറന്നിങ്ങനെ അറിഞ്ഞാലേ കൊച്ചു വന്ന് ഇവിടെ വീഡിയോ കാണാൻ വന്നതിൽ ഒരു കൊച്ചു വന്ന് കൊണ്ടുപോയില്ലേ കൊറേ സാധനങ്ങളും ഇത്തിരി കരച്ചിലായിരുന്നു. അമ്മയ്ക്ക് താമാരും അറിയില്ല. ഞാൻ പറഞ്ഞ എന്തായാലും എടുത്ത് കൊടുക്കുന്ന പറഞ്ഞു. ആ ഓക്കെയാണ് മറ്റെന്നാണ് റൂമിലേക്ക് കളിച്ചോന്ന് പറഞ്ഞു കളിച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ കുഴപ്പമായിരുന്നില്ല. അതെല്ലാം സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുന്നത്. അതിനകത്ത് ഒരെണ്ണം കുറഞ്ഞാൽ ഇത് പെൻസിലിന്റെ കവറെല്ലാം കണ്ടു. ഇതെല്ലാം എന്താ നല്ല ആയതുകൊണ്ട് ഇതൊന്നും കളയാതെ അങ്ങനെ ഇനി നമ്മൾ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോയിന്. കിടക്കാനാ കിടക്കാനല്ലടി കിടക്കാം. ഞാൻ വിചാരിച്ചു കിടക്കാന്ന്. തെറ്റിദ്ധരിച്ച് നിന്റെ തെറ്റിദ്ധാരണ ശരിയല്ല. ഈ പെട്ടി ഉണ്ടോ? ഈ പെട്ടി നമ്മൾ അന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ അല്ലേ? അതെ. പക്ഷെ ഈ പെട്ടി അല്ലേ ഞാൻ വാങ്ങിച്ച ശേഷം കുറെ പണി എടുത്തിട്ടാ. ഇത് അലകും പിടിയാവും ഈ പെട്ടി വേഗം. എന്നിട്ട് ഇത് ഒട്ടിച്ചിന് ഞാനിവിടെ. ഇതെല്ലാം സാധനം ഈ കാലൊക്കെ ഒട്ടിച്ചൊട്ടിച്ചോണ്ടാണ് മാത്രമാണ് ഇതിങ്ങനെ ഒരു ഷെൽഫ് പോലെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് എല്ലാം വീടലായിരുന്നു. ഒരു പെട്ടി തുറക്കുമ്പോ പടപടയെന്ന് എല്ലാം വീഴും. അപ്പൊ നിങ്ങളും വാങ്ങിക്കഴിയുമ്പോ ഫ്ലെക്സ് ഒട്ടിച്ചോ. അടിപൊളി സംഭവം. ഇതിനകത്ത് എന്റെ മോളതൊക്കെ തന്നെ ആയിരിക്കും കുറെ. ഇതൊക്കെ എന്താണ് നീക്കിയത്? നീക്കിയുടെ ഞാൻ പറയാറില്ല നിങ്ങളോട് നീക്കി കമ്മൽ ഒരു വീക്ക്നെസ് ആണെന്ന്. ഇത് നോക്കിയാ നിങ്ങള് ഇതേ ഒരു വെട്ടിക്കമ്മല്. ഇതൊരു വെട്ടിക്കമ്മല് നിറച്ചുണ്ട്. പിന്നെ ഇതെന്താ? ഇതിനകത്തും കമ്മല്. കമ്മല് ഇത് ഞാൻ ഇപ്പൊ വാങ്ങിച്ചതല്ല. ഇതൊന്നല്ലല്ലോ നിനക്ക് വേറെ ഇല്ലേ കമ്മല്? കൊറേ വേറെ കമ്മലില്ലേ പെട്ടി? ഇതിനകത്തൊക്കെ ഉണ്ട്. ഇതെല്ലാം കമ്മല. ഇത് കൊളാബ് ചെയ്യേണ്ട മിച്ചിന്റെതാണ് ഇത്. അതെ എന്നാലെന്താ കമ്മലൊക്കെ തന്നെ അല്ലേ ഇഷ്ടം പോലെ. ആര് ഇളനീർ കുഴമ്പ് ചോദിച്ചത്? ഉപ്പമാവനാതൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രശ്നം എന്താ ഇപ്പൊ? അതുകൊണ്ട് വെച്ചോ. ആവശ്യം വരുമ്പോ കുറച്ച് കുട്ടിച്ചേർച്ച അമ്മക്ക് ഇപ്പൊ തന്നെ കയ്യിൽ നല്ലതാണ്. അല്ല അമ്മക്ക് കണ്ണീന്ന് പൊന്നിച്ച വാരിച്ചല്ലേ? നല്ല രസമായിരിക്കും കണ്ണീന്ന് പൊന്നിച്ച. എനിക്കിങ്ങനെ ആരെയും കണ്ണിൽ ഇങ്ങനെ ഓറഞ്ചിന്റെ നീരടിക്കുക, ഇളനീർക്ക് പിടിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇതാണ് ചേഞ്ച് ആക്കാൻ പോണേ അല്ലെ? എനിക്ക് ഇവിടെ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. നമ്മള് ഈ ഡ്രസ്സിംഗ് ടേബിൾ നമ്മൾ മാറ്റുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ? ഉപ്പമാമൻ ചോദിക്കുന്നത് ഞാൻ കേട്ടെ. പിന്നെ എനിക്കിത് ഉണ്ട് എന്നറിയാം, പക്ഷെ എവിടെയാ ഇല്ലേന്ന് അറിയില്ലെന്ന് ഞാനൊന്നും മിണ്ടിയിട്ടില്ല. ആൾറെഡി ആ ഇളനീർക്കുഴമ്പലും ഇല്ലേ അതിനകത്ത് എക്സ്പയറി ഡേറ്റ് എല്ലാം നോക്കി കണ്ണിലിട്ടിട്ട് കണ്ണോട്ടിട്ടെല്ലാം 26 വരെ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. എന്നൊരു കാര്യം ചെയ്യാം, ടെസ്റ്റിംഗ് ഒന്ന് എടി ബാക്ക് കൊടുത്ത് വലിച്ചാലോ നമുക്ക്? എടി നമുക്ക് ഈ കട്ടില് പിടിച്ചിട്ടില്ലേ, കട്ടിലിന്റെ ബാക്കിലുണ്ടാവൂലേ, നമുക്ക് നീക്കിയിട്ട് കട്ടില് പരിപാടി നോക്കിയാലോ? അത് നോക്കാം. എന്നാലും ഇത് അന്ന് ഇട്ടപ്പോ വെച്ചേക്കണ ഈ കട്ടില്. അതിനുശേഷം ഇതുവരെ അനക്കിയിട്ടില്ല. എന്റെ കണക്കൂട്ടലിൽ ഇതിന് അടിയിലുണ്ടല്ലോ നല്ല പൊടി ഉണ്ടാവും. അതൊന്നും പോവില്ല, നീ അങ്ങനെ വലിച്ചാലൊന്നും പോവില്ല. ഇതിനടക്ക് നല്ല അടിയിൽ നല്ല പൊടി ഉണ്ടാവും. നമുക്ക് നോക്കാലോ, ഉണ്ടോ ഇല്ലേ നോക്കാം. കട്ടില് പിടിക്കണമെങ്കിൽ ഇങ്ങോട്ട് സൈഡ് ബോക്സ് പിടിച്ചത് അത് മാറ്റി. പക്ഷെ അങ്ങനല്ലേ നീ പല നോക്കണം. അങ്ങനെ കിട്ടൂല. നീ അപ്പുറത്തമ്മ കേറിക്ക്, അപ്പുറത്തമ്മ കേറിക്കുന്ന പൊക്ക്. ആൻ്റെ ഇവിടെ ചാര അല്ല നെൽത്തോത്ത്. ഞാൻ കാണിച്ചാ പറഞ്ഞേ എന്നടിയിൽ ഉണ്ടാവും. ഇതും കൂടി പോക്കണം. എടി ഇതും കൂടി പൊക്കടി, ഇതും കൂടി പൊക്കിട്ട് പോ. ഇതും കൂടി പൊക്കടി പോയിടെ.
വേഷം ഇങ്ങോട്ട് എടുത്തോന്ന്. ഇത് മാറിപ്പോരുതേ. ഇത് നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ അത് എത്രയായാലും കച്ചറ ഉണ്ടാവുന്നു. ഒരു വർഷം. ഫുൾ കച്ചറ. ഏകദേശം ഒരു വർഷമായിട്ടോ നമ്മൾ ഈ കട്ടിലോടെ പിടിച്ചിട്ടിട്ട്. ഒരു വർഷമായിട്ട് എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ഇതിനുള്ളില് 18-നാ 17-നാറ്റം കൊണ്ടിട്ടതാ. ഒരു വർഷം കഴിഞ്ഞ് ഫുൾ പൊടിയാണ്. പക്ഷെ ഇത് സ്റ്റോറേജ് ഇല്ലാത്തതായതുകൊണ്ട് ഈ 2 പലക എടുത്താൽ ഇങ്ങനെ മാറ്റാം. അതല്ലെങ്കിൽ സ്റ്റോറേജ് ഉള്ളതാണെങ്കിൽ രക്ഷയില്ല, കട്ടില് മൊത്തം മാറ്റേണ്ടി വലിക്കേണ്ടി വരും. എന്നാലും പൊടി പോകാൻ സാധ്യത കുറവാണ്. എടുത്ത് കളയല്ലേ. ഇതെല്ലാം കളഞ്ഞിട്ട് വാക്വം വെച്ച് വലിച്ചങ്ങ് എടുത്തോ. എൻ്റെ അഭിപ്രായത്തില് ഇടക്കിടക്ക് ഇത് വൃത്തിയാക്കണം കേട്ടോ, മാറ്റിയിട്ട് ഇടക്ക്. പക്ഷെ ഇപ്പൊ ഒരു വർഷമായിട്ടോ ഇതിനുള്ളില് വൃത്തിയാക്കിയിട്ടെ. ഇതിനുള്ളില് ഇത് പൊക്കി ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല, വാങ്ങിയിട്ടിട്ട്. 6 മാസത്തിന് ചെയ്യണം. അതെ, പക്ഷെ ഇതെല്ലാം നല്ല അടിപൊളി സാധനം കേട്ടോ അല്ലേ. നമ്മുടെ റൂമിലേക്ക് മാറ്റിയ നമ്മൾ വാങ്ങിയത് നമ്മുടെ സിൻസിയർ ഫർണിച്ചറിൽ നിന്നാണ്. ഇതും പിന്നെ നമ്മുടെ ഈ അലമാര മൂടിപ്പോയി ഇത് വെച്ചിട്ട് ഈ ബെഡും എല്ലാം സിൻസിയർ ഫർണിച്ചറിൽ നിന്നാണ് വാങ്ങിയത്. ഒരു കംപ്ലൈന്റും ഇല്ല ഇപ്പൊ ഇത് ഒരു വർഷം കഴിഞ്ഞിട്ട്. നല്ല സാധനം. ഇത് വേണ്ട ഇത് ഊരിയിട്ട് അതല്ലടി, ഇത് ഊരിയിട്ട് പൈപ്പ് വെച്ച് വെച്ചോളൂ. പൈപ്പ് മാത്രം വെച്ചാ മതി. ഏത് ഇതിന്റെ മറ്റേത് വേണോന്ന്. അല്ല ഇത് തന്നെ മതി. ഇതിങ്ങനെ വെക്കന്നാടി. സന്ധ്യ തന്നല്ലോ. എൻ്റെ മോനെ ഫൈനലി നമ്മളത് സെറ്റാക്കി അല്ലേ. നോക്കിയേ ഇതണ്ട എല്ലാം ഭാഗം ക്ലീൻ ആക്കി കേട്ടാ. ഇനി നമുക്കൊരു 6 മാസത്തില് തുടക്കണോടി. എനിക്ക് ഒരു വർഷം ആക്കരുത്, ഒരു 6 മാസം കൂടുമ്പോ ഇങ്ങനെ ക്ലീൻ ചെയ്യണം ഉള്ളു കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റാക്കട്ടെ. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കാൻ വേറെ ആരും വരൂല, നമ്മൾ തന്നെ സെറ്റാക്കണം. അതെ, ഇതിങ്ങനെ പലക പോയോണ്ട് വെയിറ്റില്ല, വലിയ കുഴപ്പമില്ല. ഇത് മറ്റേ ഇന്നസെന്റ് ഏതോ ഒരു മറ്റേ ലോഡുമായിട്ട് വരുമ്പോ ഒന്ന് പിടിച്ചേന്നോട്ട് ഇന്നസെന്റിന്റെ തല്ലുവെച്ച് സഹായിക്കാൻ വന്ന ആളുടെ തല്ലുവെച്ച് കൊടുക്കുന്ന പോലെയാണ്. ഒന്ന് സഹായിക്കാൻ വന്ന എന്റേതല്ല ഇത് മൊത്തം ക്ലീനിങ്. എനിക്കറിയാം ഇവിടെ ക്ലീൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് 8ന്റെ പണി കിട്ടിയിരുന്നു. അല്ല എടി അങ്ങോട്ട് നീ പുറത്തിറങ്ങിക്കടി, അതിന്ന് പുറത്തിറങ്ങിക്ക്, അതിന്ന് പുറത്തിറങ്ങിക്കടി. ഇതിന്ന് പുറത്തിറങ്ങിക്ക്, 2 കാലം പുറത്തിറങ്ങിക്ക്. ആ സൈഡിൽ കൊള്ളിക്ക് ചേച്ചി മക്കുണത്തിയല്ല കൊല്ലു മനുഷ്യൻ. നീ അവിടെ ഇറക്കി വെക്ക്, കൈ വിട്, കൈ ചെറുക്കല്ല. മാറി, നീ കൈ മാറ്റി. ഞാൻ പിടിച്ചിട്ടില്ല, നീ എന്തിനാ കൊണ്ടുവന്നു? മാറി മാറി, കൈ മാറ്റിക്കേ, തൊടണ്ട. വീഴും, മനസ്സിലായോ? അങ്ങനത്തെ കാര്യമില്ല, വെച്ചിട്ടുണ്ട്. ആയി മോന്ന് ആദ്യമൊന്നും മോങ്ങിയിട്ട് കാര്യമില്ല. സംഭവമല്ല, ഈ ആക്ഷൻ കാണേണ്ടി വരും. നമ്മ പറഞ്ഞില്ലെങ്കിലേ ഇതെല്ലാം ചെയ്യണേ മുമ്പ് ഞാൻ ഈ ആക്ഷൻ ഇട്ടില്ലെങ്കിൽ കാണേണ്ടി വരും. മാറ്റി പോകാനോ അത് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ അപ്പുറത്തെ വീട്ടിലത്തെ നമ്മളെ പഴയ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഓപ്പയുടെ കല്യാണത്തിന് വാങ്ങിച്ച എന്റെ കല്യാണത്തിന് ഞാൻ വേറെ ഒരു പെണ്ണിനെ ആദ്യം കല്യാണം കഴിച്ചു. ഓപ്പയുടെ കല്യാണത്തിന് വാങ്ങിച്ച കർട്ടൻ അമ്മ നമ്മള് വീട് മാറിയ സമയത്ത് ഈ കർട്ടൻ വെച്ച് നമ്മളെ കിടക്കൊക്കെ കവറടിച്ച്. ഇതിന്റെ ഉള്ള ഗ്യാപ്പിൽ പോകാനുണ്ട്. എന്താ പരിപാടി? ഇതൊന്ന് ഫിറ്റ് ചെയ്തോ ഈ സംഭവം കളഞ്ഞ് ഉരുണ്ടല്ലോ എല്ലാം നശിപ്പിക്കൂട്.
ഇത് നല്ല സാധനമാട്ടെ. ഇത് എന്റെ വണ്ടിയില്ലേ, ഇത് ഇവളുടെ ആവശ്യത്തിന് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞ ഇവക്കുള്ളതല്ല ഇത്. ഇത് എന്റെ കാറിന്റെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ പൊടിയൊക്കെ തട്ടി കളയാൻ നല്ല സംഭവം. കാറിന്റെ ഉള്ളിൽ കളിക്കണ്ട, നല്ല അടിപൊളി സാധനം. നല്ല ചാർജ് ഇത് ഫുള്ള് ക്ലീനിങ്ങിന് എടുക്കണം. പിള്ളേരെ കൂട്ടിയിട്ട് വാ, ഞാൻ പോണോ? വേണ്ട നല്ലതാ. മറ്റേ വാക്കം മോനെ ഫുൾ പൊടിയാ നിന്റെ മേലെ. ഇപ്പൊ ശ്വസിച്ചല്ലേ ഒപ്പേ നമ്മൾ കഴിക്കുന്നത്. അതാ ഇത് കാണിച്ചരാ. ഇതാ നീ സൂക്ഷിച്ചു മൊത്തം മടങ്ങി ഒടിഞ്ഞല്ലാതെ റൂമിലോട്ടേക്ക് അപ്പൊ വിടുന്നില്ലല്ലോ. റൂമിലോട്ടിക്കായിരുന്നില്ല, നല്ലതായിരുന്നില്ല അത്. ഇനി പൊട്ടിച്ചിരുന്നാണ്ട് ചുളുങ്ങി പോയില്ലേ. മറിച്ച് ചുരുട്ടോ, നല്ലതാണ്. ഞാൻ പൊട്ടിക്കാം എവിടെയെങ്കിലും. ആ ബാത്റൂമിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒട്ടിക്കാൻ നല്ലതാ. ഇത് ബാത്റൂമിന്റെ സൈഡിൽ ഒട്ടിക്കണം പോലും. ഞാൻ പറഞ്ഞ എന്നാ ഇതിന്റെ അകത്തുനിന്ന് എന്നെ വെട്ടി മാറ്റിട്ട് ഓപ്പേനെ മാത്രം ഓട്ടിച്ചോ. നിർത്ത്, വേഗം നോക്ക്, സംഭവം തീർക്കാൻ നോക്ക്. എന്റെ മോനെ എന്താണ് അച്ഛന മക്കള് വന്ന മോനെ. എക്സാം എങ്ങനെ ഉണ്ടായിന്തപ്പാ? എല്ലാരോടും ഹായ് പറ. അയ്യോ, ഇന്നലെ 10-ല് 15-ല് 14 വാങ്ങിയ മോനാണ്, ഇന്ന് കുറഞ്ഞു പോയല്ല. എല്ലാരോടും ഹായ് പറ. കോളാക്കി എന്നാ എന്ത് കോളാക്കിയിട്ട് തുടങ്ങി? നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു. പറഞ്ഞില്ലേ ഇത് ദുഗുന്റെ ഒരു സാധനം എടുത്ത പ്രശ്നം. എനിക്ക് വേണ്ട, ഞാൻ ഷുഗർ കട്ടാണ്. ഒന്നും ആക്കിയിട്ടില്ല മുത്തേ, അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇല്ലട കണ്ണ ഒന്നും, എല്ലാം മര്യാദ എടുത്ത് വെച്ചത് അടക്കം ചിട്ടയായിട്ട്. ഒന്നായിട്ടില്ല ഈ, അല്ലെങ്കിൽ മൊത്തം വൃത്തിയായി കിടക്കൂലേ, അതുകൊണ്ട് കേട്ടാ. ഒന്നും ആക്കിയിട്ടില്ല കേട്ടാ. അപ്പൊ കൊളാക്കോന്ന് അർത്ഥം എനിക്ക്. ഒരു വൃത്തിയിടില്ല, നല്ല വൃത്തിയായിട്ട്. ആ അതന്നെ, അതായത് നല്ലത്. പറന്നുപോയിനി, കാറ്റ് കൊടുങ്കാറ്റ് വീശിയിട്ട് പറന്നുപോയി. ആ എന്നിട്ട് 10 പറന്നുപോയി. ആ മോളെ എത്ര ആക്കി തന്നെ ഉണ്ടാവും. എന്തിനാണ് ഈ കവായി സ്റ്റിക്കർ? ഭയങ്കരമായി പോയി. ഞങ്ങൾ അതുകൊണ്ടല്ല ജീവിക്കണത്, കവായി സ്റ്റിക്കർ കൊണ്ട്. കവായി സ്റ്റിക്കർ വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ല പിന്നെ നിന്റെ മോന്തെയാണ് കാണിക്കണേ. ഞാൻ അവസാനം നിങ്ങളുടെ ആഗ്രഹം സഫലായി കൊടുക്കാൻ വേണ്ടി പോയി. മതി, ഇവിടെ ആനിവേഴ്സറി ഇരുന്നോട്ടെ. എല്ലാ വർഷവും ആനിവേഴ്സറി ഉണ്ടല്ലോ, ഇത്ര ആനിവേഴ്സറി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്തായാലും ഇങ്ങനെ ചുരുണ്ടിരിക്കുമ്പോ നീക്ക് സഹിക്കുന്നില്ല. ഒന്ന് ചുടുക നിർത്തേക്കാം. സ്റ്റിക്കറുണ്ട്. മക്കളെ പോയി കാലുമുഖലം കഴുകി യൂണിഫോം മാറ്റി. കിട്ടുവോ ഇല്ലേ ഒന്നും അറിയില്ല. ഒട്ടിച്ചിട്ട് ബോറാവോന്നും അറിയില്ല. ഇതല്ലേ അതെയാ, ഇവിടെ നമ്മുടെ റൂമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒട്ടിച്ചപ്പോ തന്നെ പണി പറയുന്നുണ്ട്. ഞാനിതൊന്ന് ഒട്ടിക്കട്ടെ. ഇത് വലിയ കടമ്പയാണ്. കളറെല്ലാം പോകുന്ന വെച്ചിട്ട് എനിക്ക് ഇതാവുന്നു നല്ലത്. എനിക്ക് സംഭവം ഇത് എയറൊക്കെ വേണ്ടിയാണ്. ഓപ്പന്റെ ഭാഗം, ഓപ്പന്റെ മുകളിലുള്ള ഭാഗം ഞാൻ ക്ലിയർ ആക്കട്ടെ. എങ്ങനെയെങ്കിലും വയസ്സത്തിനെ പോലെ ആക്കി വെക്ക്. എല്ലാരും വന്നു കഴിയുമ്പോ നോക്കുക. ചെക്കനെ പറ്റി
ഗൈസ് ഫൈനലി സജിമോൻ ആ ദൗത്യം വളരെ എന്താ പറയുക കൃത്യതയോടെ നിർവഹിച്ചു കഴിഞ്ഞില്ല. ഒരു ചുളിവ് പോലും ഇല്ലാതെ നല്ല അടിപൊളി ഹാപ്പി ആനിവേഴ്സറി ഒട്ടിച്ചു. ഒരു കുഞ്ഞു ചുളിവൊക്കെ ഉണ്ട്, അതാരും കാണുന്നില്ല. ആ പോയി 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 എലി കൊണ്ടുപോയി സാധനം കൊണ്ടുപോയി. എലിക്ക് ആവശ്യമുള്ള സാധനം എലി കൊണ്ടുപോയി. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതങ്ങനെ ഒട്ടിച്ചാറുണ്ട്. ഇത് ബെഡ്റൂമിൽ ഒട്ടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ എല്ലാം ബോറടിച്ചാലോ അല്ലേ, ഒട്ടിച്ചല്ലേ പന്ത്രണ്ട. ഓക്കെ ബാ. അപ്പൊ എന്നാ പിന്നെ അതോടെ ബാക്കി കാര്യങ്ങൾ നോക്കി. ഇത് ഒട്ടിച്ചതും ഇന്ന് എന്റെ കൈകളാണ് സൂപ്പർ ആക്കിയത്. പിന്നെ അതവിടെ വെച്ചതുമാണ് സൂപ്പർ ആയത്. ബാക്കി നീ വേഗം നോക്ക്. സമയായി വേഗം നോക്ക്. ആകെ പറയാ സമയം വേഗം നോക്ക്. എസിന്റെ ഫിൽറ്ററിന്റെ കോലം നോക്കി അടിപൊളി. ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്കിടാം. ആ സാധനം വെച്ച് വലിക്കാല്ലേ, ആ തോക്ക് പോലത്തെ വാക്കം വെച്ച് വലിച്ചോട്. അതിനകത്ത് പോവോ? വലിക്കായിരുന്നു നമുക്ക്. ഇത് ദൂരെടുത്താ പോവായിരിക്കും. നോക്കട്ടെ, പോങ്ങ് വലിക്കായിരുന്നു കേട്ടോ. അതെ നോക്കട്ടെ, സംഭവം സെറ്റാ. ഇത് വലിച്ചോക്കാടി കൊണ്ടാടിയത്. അത് ഞാനെടുത്ത് വെച്ച് നോക്കട്ടെ. എടുത്തിട്ടോ. എന്തെടുത്തിട്ടാ നീ തുടച്ചേ? ഇപ്പൊ എന്തെടുത്തിട്ടാ തുടച്ചേ? കണ്ണാടിയാണ് കണ്ണാടി. അപ്പൊ ഞാൻ എന്തെന്നാ ഉടച്ചത്? ചെമരി. ചെമരി. അതിന് എന്തെന്നാ ആവാനുള്ള ചെമരും കണ്ണാടിയിലും കണക്ക് തന്നെ. ഇതിനെ എന്താ പറയണെന്ന് അറിയാമോ? അമ്മക്ക് പണ്ട് പറയൽക്കറിയാം, അടപ്പിലും. ആ സംഭവം അതാണ്, മനസ്സിലായ? ഇതെല്ലാന്ന് പറയുന്ന മുട്ടാപ്പോക്കിനിയായിരുന്നു. നമ്മളെടുക്കുമ്പോ ഇത് അവൾക്ക് എടുത്ത് തുടക്കാം. ആട്ടെ, കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ റൂം മൊത്തത്തിൽ കാണിച്ചാലോ? മൊത്തം എന്നാ നിക്ക്. അങ്ങനെ നീണ്ട പണികൾക്ക് ശേഷം നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞ്. എന്റെ മോനെ ഞാനാ കൂടുതൽ പണിയെടുത്തേ. എന്റെ നടുപോയി. നടുപോയി. എല്ലാ പണി മുട്ടമ്പണിയൊക്കെ സജിമോന്. അപ്പൊ എന്തായാലും നമ്മുടെ ബാൽക്കണി ഇവിടെ ഇങ്ങനെ സെറ്റാക്കി അല്ലേ. ഇവിടെ മുമ്പ് ചെടികളൊക്കെ വെച്ചിരുന്ന നമ്മള്, പിന്നെ വെയിലും ഇതെല്ലാം കാരണം അത് നോക്കാൻ പറ്റാത്ത സമയമായിട്ട് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ ഇത് ഇട്ടതിന് ശേഷം വെച്ചിട്ടില്ല കേട്ടോ. ഇനി വലിയ കുഴപ്പമുണ്ടാവൂല. അന്ന് വെയിലൊക്കെ ആയതുകൊണ്ടാണ്. ഇപ്പൊ ഈ ചെടിയൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട്. ഇനി നമ്മളങ്ങനെ ബാൽക്കണി കണ്ടു. ഇനിയിപ്പോ എന്താ, ഇതൊരു ഹോം ടൂറാ. എന്താ ഇത് നമ്മുടെ മോളിലെ ഭാഗം മാത്രം അല്ലേ. ഫസ്റ്റ് ഫ്ലോർ ഹോം ടൂർ ഒന്നുമില്ല നമുക്ക്. വലിയ ഹോം ടൂർ ഫസ്റ്റ് ഫ്ലോർ കാണിക്കാനൊന്നും ഇല്ല. എന്നാലും ഉള്ളതുപോലെ നമ്മുടെ ചെറിയ ദുഗുന റൂം നീറ്റ് ആക്കിയിട്ടു. അതെ, അപ്പൊ അതെ ആ കട്ടിലും പോക്കാം. മുകളിലോട്ടുണ്ട്. ഇത് സന്ദേശിന്റെ കല്യാണത്തിന് വാങ്ങിച്ച കട്ടിലാണ്. അതെ, തോന്നുന്നു എനിക്കറിയില്ല. ചെറിയ പഴക്കമൊന്നുമല്ല, ചെറിയ 15 വർഷത്തെ പഴക്കം. അതെ, അപ്പൊ അതങ്ങനെയായി. അപ്പൊ അതിന്റെ പ്ലൈവുഡ് എല്ലാം ദ്രവിച്ച് പെട്ടി അടിയിലേക്ക് വെച്ച്. കാരണം ഇനി പോകുമ്പോ എടുക്കാല, സ്ക്രാച്ച് ആവുകയെന്ന് അറിയില്ല. പിന്നെ ഈ ഭാഗം ഇവിടെ നീറ്റ് ആവാനുള്ള കാരണം സജിമോൻ ഒട്ടിച്ചത് ഈ ഫോട്ടോ ആണ്. അതങ്ങോട്ട് തകർത്തൊട്ടിച്ച് വെച്ച്. പിന്നെ ഈ ഭാഗം തൊടാൻ പാടില്ല, പ്രശ്നമാവും മോനെ. അതിന്റെ മുകളിൽ തിരികെ വെച്ചിട്ട പുതിയൊരു സാധനം കൂടി നമ്മ ഒട്ടിച്ചതിന്റെ ബാക്കി വരുന്ന സാധനമായിരുന്നു. അത് അവിടെ തിരികെട്ടുണ്ട്. അപ്പൊ അതെ, ഇത് അതിനകത്ത് തൊടരുത്. ദുർഗ ഏരിയ. ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ദുർഗ ഏരിയ. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞു ബാൽക്കണി അല്ലേ. അതെ, ഇതാണ് നമ്മുടെ ബാൽക്കണി സെറ്റ് ആക്കിയിട്ടു. ഇവിടെ നമ്മൾ നികി പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ചെടികളെല്ലാം വെച്ച് ഒരു ചെറിയ ഇവിടെ ചെടി വെച്ചിരുന്ന നമ്മളിതാ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങത്തോളം വരെ കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ചെടി വെച്ചിരുന്നതാണ്, അതെല്ലാം പോയി. ഇനിയിപ്പോ പോകൂല, ഇനിയിപ്പോ അധികം വെയിലടിക്കൂല. നമുക്ക് വെക്കണം അല്ലേ പോലെ. അപ്പൊ നമ്മുടെ സ്വന്തം ഏരിയ. ഇത് ഞങ്ങളുടെ ഏരിയ. അതുകൊണ്ടാ പുറത്ത് എഴുതി വെച്ചത് സജി നിക്കി ബെഡ്റൂം. അപ്പൊ ഓക്കെ, കേറി തുറക്ക്. പക്ഷെ നമ്മുടെ ബെഡ്റൂം എപ്പോഴും ഇതുപോലെ നീറ്റില് തന്നെ ഉണ്ടാവില്ല. മറ്റൊന്നുമില്ല. അതെ, സത്യം ഞാൻ പറഞ്ഞില്ലല്ല. ഇന്നങ്ങനെ ഇപ്പൊ നമ്മളങ്ങനെ നമ്മ വീഡിയോ എടുക്കുമ്പോഴായാലും നീറ്റ് ആക്കിയിട്ടല്ലേ എടുക്കാറുള്ളത്.
നീറ്റാക്കി വീഡിയോക്ക് വേണ്ടി പ്രത്യേകം നീറ്റാക്കി ഇടേണ്ട കാര്യമില്ല. അതെ അതൊക്കെ അല്ല, എന്നാലും പൊതുവെ നമ്മുടെ ഈ റൂം ഇങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മള് പരമാവധി വൃത്തിയാക്കി പിന്നെ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് മാറ്റി എടുത്ത് വെക്കും. മാറ്റി വെക്കും. അത്രേ ഉള്ളൂ സംഭവം. ഇന്നിപ്പോ തിരക്ക് പിടിച്ചൊന്ന് വേറെ പോണെങ്കിൽ മാത്രമേ തുണികളും ഇതാക്കല്. പിന്നെ ഇത് നേരത്തെ കണ്ടത് എന്ന് വെച്ചാൽ ഞാനെല്ലാം വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൃത്തികേടാക്കിയിട്ടതാ. അതെ. അപ്പൊ ഇത് നമ്മുടെ ബെഡ്റൂം സെറ്റാക്കി നമ്മള് പൊടിയെല്ലാം തുടച്ച് കർട്ടൻ നമ്മുടെ ഇത് മാറ്റി, എന്നാണ് ബെഡ്ഷീറ്റ് മാറ്റി. പിന്നെ എല്ലാവരും വീഡിയോയിൽ ചോദിക്കലുണ്ട് ബെഡ്ഷീറ്റ് മാറ്റിക്കൂടെ, ബെഡ്ഷീറ്റ് മാറ്റിക്കൂടെ. ബെഡ്ഷീറ്റ് എന്ന് വെച്ചാലില്ലേ, ഞങ്ങക്ക് ബെഡ്ഷീറ്റ് ഇല്ലായിട്ടല്ല കേട്ടാ, പക്ഷെ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് ഇത് 2 എണ്ണേ ഉള്ളൂ. അതെ, 2 എണ്ണല്ല 4 എണ്ണം ഉണ്ട്. 2 എണ്ണം വേറെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ പുതക്കാൻ വേണ്ടി എത്തൂല. ഇതിന്റെ പുതക്കുന്നത് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ഇത് 2 തന്നെ 4 ആളും ഈ ഒരു കിങ് സൈസ് ബെഡിലാണ് കിടക്കണത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാത്രി ആവുമ്പോ പുതപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊടുത്താണ്. അപ്പൊ ഇതന്നെ എത്തുന്നില്ല. അപ്പൊ ഇതന്നെ 2 എണ്ണം മാറി മാറി വിരിക്കും. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ നല്ല ബെഡ്ഷീറ്റ് എല്ലാം കംഫർട്ട് സെറ്റ് അടക്കം വിൽക്കുന്ന കടകൾ ഏതെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽസ് കമന്റിൽ ഇടുക. ഇവിടെ ഇനിയിപ്പോ ഇത് തന്നെ നമ്മുടെ ഇത് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പൊ അന്നേരത്ത് നമുക്ക് കാണാം അല്ലേ. എന്നാലും അത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഇത്രയൊക്കെ തന്നെ. ഇതിപ്പോ തുള്ളി അലമ്പാക്കും ഈ ടീംസ്. അതെന്താ തൊട് എന്തൊരു തൊട് ആകുമ്പത്തേക്കോ നിക്ക് വരുന്നില്ല. എന്നൊക്കെ വരേണ്ടതാണ്. ഇല്ല, ചാർജ് ഉണ്ടാവില്ല. അത് ചാർജ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊട്ടെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെന്താ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? നിനക്കെന്നാ ബലപ്പെട്ട പണികള്, ഭാരമുള്ള പണികളൊക്കെ ഞാനാ എടുത്തേ. എന്നിട്ടോ ഒരു പണി എടുത്തിട്ടില്ല, ചുമ്മാ പറഞ്ഞല്ലേ മുത്തേ. പിന്നെ എന്തിനാ മുത്തേ അല്ലേ? അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ചെറിയൊരു ക്ലീനിങ് വ്ളോഗും പരിപാടിയൊക്കെ 2 മണിക്കൂറത്തെ ക്ലീനിങ് എത്ര നേരം വീഡിയോയിൽ ഉണ്ടായിന്ന് എനിക്കറിയില്ല. നല്ല ടൈം എടുത്ത് കത്തി കാണിച്ചേ പോയാ കിട്ടുപോയാ. അത് നമ്മുടെ മറ്റേ യൂട്യൂബിന്റെ അതിന്റെ മറ്റേ ഇതിന് പോയപ്പോ മീറ്റപ്പിന് പോയപ്പോ കിട്ടിയതാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പ്രത്യേകിച്ച് പറയണ്ടല്ല. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്റർ നല്ലോണം കത്തിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വ്ളോഗ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ആരും വരലൂടെ കിടക്കാനായിട്ട് ഞാനപ്പോ ഇത്രയും നേരം ഇരുന്നതിന് കുഴപ്പമില്ല. അതാണ് പറഞ്ഞത്, നമ്മ ഇരിക്കുമ്പോഴാണ് പ്രശ്നം മൊത്തം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. അപ്പൊ ഇതുപോലുള്ള വ്ളോഗുകളൊക്കെ നമുക്ക് ഇനിയും എടുക്കാം അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ എന്താ പിന്നെ ടാറ്റ ബൈ ബൈ. ഇവിടെ അല്ലേ അപ്പുറം അമ്മ സഹായിച്ചിട്ടാ കൊറേ വൃത്തിയാക്കി. അമ്മ വർക്ക് ഏരിയ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എന്താ വെറുതെ എറിഞ്ഞല്ലേ ഇപ്പൊ നോക്കുമ്പോ, വെറുതെ പറഞ്ഞല്ലേ ഞാൻ നോക്കുമ്പോ ഇന്നോട് ഇതാ അമ്മ ഇതെല്ലാം കണ്ട അവിടെ എല്ലാം തുടച്ചെല്ലാം വൃത്തിയാക്കിയിട്ട് ഇത് അമ്മയുടെ ഏരിയ. ഇത് അമ്മ വൃത്തിയാക്കുന്ന ഏരിയ. അതെ, അമ്മ ഒരു മാസത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് കേറും, വൃത്തിയാക്കും. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.